ഇക്കൊല്ലം 4.45% നിരക്ക് വർധന ചോദിക്കുന്ന KSEBയോടുള്ള രോഷം വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ വിളിച്ച പൊതുജനാഭിപ്രായ വേദിയിൽ അലയടിച്ചു. അതിന് വഴിവെച്ചതാകട്ടെ ചെയർമാൻ ബിജു പ്രഭാകറിന്റെ വാക്കുകളായിരുന്നു. ഈ ഓണത്തിന് മുമ്പ് ശക്തമായിട്ട് ഒരു ഡിയും കൂടെ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടും അത് കൊടുത്തിട്ടില്ല. ഇതോടെ ബിജു പ്രഭാകർ ക്ഷുഭിതനായി. ബഹളം രൂക്ഷമായി. കമ്മീഷൻ ചെയർമാൻ TK ജോസിന്റെ ആവർത്തിച്ചുള്ള ഇടപെടലിനെ തുടർന്നാണ് ബഹളം അടങ്ങിയത്. പരിസ്ഥിതിവാദികളുടെ എതിർപ്പ് കാരണം നടപ്പാക്കാനാകാത്ത അതിരപ്പള്ളി ജലവൈദ്യുതി പദ്ധതിയോടും ആണവനിലയ പദ്ധതിയോടും ബോർഡിനുള്ള താല്പര്യം ചെയർമാൻ പരസ്യമാക്കി. അതിരപ്പള്ളി ഇന്ന് അനുമതി നൽകുകയാണെങ്കിൽ നാളെ ടെൻഡർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ 163 മെഗാവാട്ടാണ്. ആരാണ് അതിന്റെ പിന്നിൽ നിൽക്കുന്നതെന്നുള്ളത് ഞാൻ പറയാതെ നിങ്ങൾ അന്വേഷിക്കുക. അതിനേക്കാളുപരി പാരിസ്ഥിതികവാദം ഉയർത്തിപ്പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ വില കൊടുക്കണം. പരിസ്ഥിതിവാദം നല്ല കാര്യം തന്നെയാണ്, യാതൊരു സംശയം വേണ്ട. പട്ടികളെ സംരക്ഷിക്കണമെന്നുള്ളത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് കടിക്കും, അതും കൂടെ സഹിക്കാൻ തയ്യാറാണ്. ഇക്കൊല്ലം മുതൽ സമ്മർ താരിഫ് എന്ന പുതിയ ഭാരം ഉപഭോക്താക്കളുടെ തലയിൽ വയ്ക്കാൻ വേണ്ടി വൈദ്യുതി ബോർഡ് ശക്തമായി വാദിക്കുകയാണ്. 2024-25 മുതൽ 2026-27 വരെയുള്ള കാലയളവിൽ ജനുവരി മുതൽ മെയ് വരെയുള്ള മാസങ്ങളിലാണ് സമ്മർ താരിഫ്. ഈ മാസങ്ങളിൽ യൂണിറ്റിന് 10 പൈസ വീതം അധികമായി ഈടാക്കാനും അനുവദിക്കണമെന്നാണ് ആവശ്യം. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.